ഹായ് കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. ചക്കിമോളുടെ പിറന്നാളിൻ്റെ കുറച്ച് വീഡിയോസാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വീഡിയോ ഫോണിലെടുത്തിട്ടപ്പോൾ അതും കൂടെ അങ്ങ് വീഡിയോ ആയിട്ടിടാമെന്ന് വിചാരിച്ചു. കൂട്ടുകാരെയും കൂടെ കാണിക്കാം എന്ന് വിചാരിച്ചു. നീ കണ്ട കേക്ക് ഇപ്പം തീരോടെ നീ വാങ്ങിച്ചോ? അയ്യോ കുഞ്ഞിട്ടെ നോക്കട്ടെ. കണ്ടിട്ട് പോലെ ചേർത്തില്ലേ അമ്മ അവിയിലൊക്കെ ഇരിക്കുന്നു, കറിയൊക്കെ ഇരിക്കുന്നു. ഉറങ്ങേണ്ടി വരുമോ? നല്ലൊരു ദിവസമാണ്. മൂടി അങ്ങനെ ഇരിക്കട്ടെ. ചിരിക്ക് വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേല് ചാച്ചിര. അതങ്ങനെ ചില സമയത്ത് അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കും. അപ്പം അന്ന് നമ്മളെടുത്ത പിറന്നാൾ ദിവസത്തെ വീഡിയോയിൽ കുറച്ചേറെ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഇരിക്കുന്നതാണ് എൻ്റെ പെങ്ങളുടെ മോള് കേട്ടോ, മുടിയൊക്കെ വരുത്താലേക്ക് കെട്ടിക്കൊണ്ട്. അപ്പോൾ അവളും ഞാനും കൂടാണ് കുറച്ചേറെ ഇങ്ങനെ കുഞ്ഞിന് കിട്ടിയ ഉടുപ്പുകളെല്ലാം ഇങ്ങനെ പറക്കി നോക്കി വീഡിയോ ഒക്കെ എടുത്തതൊക്കെ. ഞാനിതെല്ലാം പറക്കി നോക്കി അവൾ വീഡിയോ എടുത്തു തന്നു. ഈ ഒരു ഉടുപ്പ് കുഞ്ഞ് ഇച്ചിരി ചെറുതായിപ്പോയി, എന്നാലും കുഴപ്പമില്ല, അവൾക്ക് പാകത്തിന് തന്നെ നിൽപ്പുണ്ട്. കുറച്ചേറെ ഉടുപ്പുകൾ കിട്ടി കേട്ടോ. എന്താ ഞാനും കൊച്ചും കൂടെ അതിനെ കുറച്ച് വീഡിയോസേ എടുത്തുള്ളൂ. പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ സമയം കിട്ടില്ല. പിന്നെ ഓരോ പണിക്ക് ഇറങ്ങി അങ്ങ് പോയി. പിന്നെ ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി. പിന്നെ ഇങ്ങനെ ഇപ്പം വീഡിയോ ഇടാൻ നേരത്തെ ഓർത്ത് അയ്യോ അതും കൊണ്ട് എടുത്ത് വെക്കണ്ടായിരുന്നല്ലോ. അപ്പോൾ കൂട്ടുകാർക്ക് എന്താ പറയുക, കുറച്ച് ദിവസം കൊണ്ടേ ഇങ്ങനെ പിറന്നാൾ വീഡിയോ എന്ന് പറഞ്ഞിട്ട് മടുപ്പായി കാണും. എന്നാലും ഇതും കൂടെയൊക്കെ ഉള്ളു കേട്ടോ. ഇതും കൂടെ കഴിഞ്ഞാൽ തീർന്നു, പിന്നെ അതില്ല. അപ്പം നമ്മൾ കൂട്ടുകാരെ കാണിക്കാനായിട്ട് വീഡിയോ എടുത്തതാണല്ലോ. അപ്പം അന്നേരം ഒന്നിച്ചിടാൻ പറ്റുന്നില്ല, ലെന്ത് കൂടുതലാകും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പിന്നെ കുറേശ്ശായിട്ട് ഇങ്ങനെ കൂട്ടുകാരെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ. പിന്നെ ഇന്നത്തെ ഇതും കൂടെ കഴിഞ്ഞാൽ വീഡിയോ എടുത്തതെല്ലാം തീർന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇത് എൻ്റെ പെങ്ങളുടെ മോള് വാങ്ങിച്ചു തന്ന ഉടുപ്പാണ്. അപ്പോൾ ഈ നീലയും കറുത്ത പാൻറ്റും ഒരു പച്ച ഉടുപ്പും കൊണ്ടുള്ളത് ഞാനും മൂത്ത മരുമോളും വാങ്ങിച്ചതാണ്. മോളും ഉടുത്തതിൻ്റെ ഒന്നും വീഡിയോ ഞങ്ങളുടെ കിട്ടില്ല, കുറച്ചേറെ വീഡിയോ എടുക്കാനുണ്ട്. പിന്നെ ബാക്കി ഈ 2 ഉടുപ്പുകൾ 2 അത് എൻ്റെ കൂട്ടുകാർ വന്നപ്പോൾ കൊണ്ടുവന്നത്. ഈ പച്ച ഇച്ചിരി വലുതാണ്, പക്ഷേ മറ്റേത് കറക്റ്റ് അളവാണ്. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. കുഞ്ഞി കൈയാണ്, ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ കുഞ്ഞി കൈയുള്ള വീതി കുറഞ്ഞ കൈകളുള്ള ഉടുപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാരണം അത് കുഞ്ഞി പിള്ളേരിടുന്ന കാണാൻ നല്ല ഭംഗിയാണ്. 2 സൈഡിൽ മുടിയൊക്കെ വെച്ച് കെട്ടിയിട്ടൊക്കെ ഇട്ടാൽ നല്ല രസമാണ് ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴേ. അപ്പോൾ ഇതാണെങ്കിൽ പാങ്ങ പറിച്ചുകൊണ്ടിരുമ്പോൾ ഭയങ്കര അലപ്പുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു വർത്താനമൊക്കെ കേൾക്കാം. പക്ഷെ അതൊന്നും ഇടാൻ പറ്റത്തില്ല. ആരോ എവിടെയോ ഫോണിൽ പാട്ടിട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഇട്ടപ്പോഴാണ് കേൾക്കുന്നത്. പിന്നെ അതെല്ലാം സൗണ്ടുകളെല്ലാം കളഞ്ഞ്. അപ്പോൾ ഈ ചുമന്ന സാരി കൊടുത്ത് നിൽക്കുന്നതാണ് ഏട്ടൻ്റെ അമ്മ, അതായത് എൻ്റെ അമ്മായി അമ്മ കേട്ടോ. ചേട്ടൻ അങ്ങോട്ട് കൊണ്ടുവിടട്ടെ. ഞാൻ ഇന്നാളിൽ ഇവനോട് പറഞ്ഞേടാ അത് പറിച്ച് അവിടെ കൊണ്ടുപോകും, ഇവിടെ നിന്ന് അത് ആരും തിന്നത്തില്ല. ഞാൻ സ്കൂളിൽ ആർക്കെങ്കിലൊക്കെ കൊണ്ടു കൊടുക്കുന്നത്. ഒത്തിരി ഉണ്ടായിരുന്നു. പേരുടെ പുറയിലെല്ലാം നിൽപ്പുണ്ട്. എടി ചക്കി സൈക്കിള് ഞാൻ ചായട്ടിലോട്ട് നീ എടുക്ക്.
ഇവന്മാരെപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ. അവിടെ കയ്യിൽ ചെറുത് കൊടുത്തിട്ട് അവിടെ കയ്യിൽ നിന്ന് ശരിക്കും വലുത് വാങ്ങിക്കും. 3 എണ്ണം അങ്ങനെ വാങ്ങിക്കുവേ. അപ്പം ഇതിൽ ഇച്ചിരി പാട്ടിൻ്റെ സൗണ്ട് ഉണ്ടായിട്ടാണ് പിന്നെ ഞാൻ സൗണ്ട് കളഞ്ഞ്. അപ്പം ഇവിടെ എപ്പോഴും ഇങ്ങനെയൊക്കെയാണ് കൂട്ടുകാർ. അപ്പം നമ്മുടെ ചക്കിമോടെ അമ്മയുടെ ആങ്ങളയുടെ കുഞ്ഞാണ് ആ നീലത്തൊപ്പിയിട്ട് കുഞ്ഞ് കേട്ടോ. അപ്പോൾ അവനിങ്ങനെ ചെറുതായിട്ട് വഴക്ക്, അവൻ അങ്ങനെ വഴക്കൊന്നും ഉള്ളതല്ല. പക്ഷേ അന്നേരം പിന്നെ ചെറുതായിട്ടൊന്ന് കരഞ്ഞു. അപ്പം ഇവനെടുത്തോണ്ട് നടക്കുമായിരുന്നു. ഇവനെടുത്തോണ്ട് പിന്നെ കൊച്ചവൻ്റെ കൊടുത്തു. എന്നിട്ട് നമ്മുടെ ചക്കി എടുക്കാൻ ചെല്ലുമ്പോൾ ചക്കിയും കരഞ്ഞു. ഇപ്പം ഇവനെടുത്ത് അവനതിന് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ നിന്നു. അപ്പം മൂത്ത മരുമോൾ അവിടെ അച്ഛനും അമ്മയ്ക്കും നമ്മുടെ ചോറും കറിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, ബിരിയാണി ചോറൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൊണ്ടു കൊടുത്തിട്ട് അവൾ വരുന്ന വരുവാണ്. അപ്പോൾ മോനും അവളും കൂടെ പോയത്. അവിടെ അവൾ പോയി കഴിഞ്ഞാൽ അവൾ അങ്ങോട്ടൊന്ന് പോകുന്നതും അതുപോലെ തിരിച്ചിറങ്ങി അവർ പോലും. അവൾ മാത്രമേ ഉള്ളൂ അവിടെ ആങ്ങളെ ഇല്ല, മരിച്ചു പോയതാണ്. ഞാൻ എപ്പോഴും പറയും മക്കളെ അവിടെ പോയി കുറച്ച് നേരം ഇരിക്കല്ലേ, അവിടെ പോയി 2 ദിവസം നിൽക്കുന്ന പറഞ്ഞാൽ അവൾ നിൽക്കത്തില്ല. അവൾ അതിനും കൂടെ ഇവിടെ നിൽക്കത്തുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി ചോറ് കൊണ്ട് കൊടുത്തു, അവിടെ നിന്ന് ഇച്ചിരി ചക്കയും ചമ്മന്തി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോന്നു. അവിടെ നിന്ന് ഇച്ചിരി നേരം ആ പെണ്ണിരുന്നില്ല. അവൾക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ, അവൾക്ക് എന്നോടാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ അതിന് എപ്പോഴും ഇരുന്ന് പറയും ഇതേപോലെ തന്നെ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ അമ്മയും മോളുമായിരുന്നിരിക്കാടി, അതുകൊണ്ടായിരിക്കും. കാരണം ഇവൾ എൻ്റെ അടുത്ത് നിൽക്കുന്നവർ അത്രയും നിൽക്കത്തില്ല. അവിടെ അമ്മ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഇവൾ ചിലപ്പോൾ ദേഷ്യപ്പെടുകയും ചെയ്യും. അതേസമയം ഞാനൊരു വഴക്ക് പറഞ്ഞാൽ അവളിവിടെ മിണ്ടാതെ അനങ്ങാതിരിക്കും. എന്ത് പറ്റിയോ എന്തോ, എനിക്ക് തോന്നുന്നു ഞങ്ങൾ 2 വരുന്ന അമ്മയും മോളും അതുപോലെയാണ് കേട്ടോ. എൻ്റെ ഒരുവിധം സ്വഭാവം എല്ലാം അവൾക്കുണ്ട്. അപ്പം അങ്ങനെ പിന്നെ ചക്കിമോടെ അമ്മയും അച്ഛനും പോയി ലാസ്റ്റ് അവരാണ് പോയത് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ പിറന്നാളുകാർ വന്നവരെല്ലാവരും പോയി. ഇനിയും അത് കഴിയുന്നതല്ല, ഇനിയും 2-3 പേരുടെ വരാനുണ്ട് മോൻ്റെ കൂട്ടുകാർ. ബാക്കി എല്ലാവരും വന്നു പോയി. നിറച്ച ആളുകളുണ്ടായിരുന്നു അവിടുന്ന്. അന്നേരം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ പേരെ നിറച്ച് മുറ്റും എല്ലാ ആളായിരുന്നു. ഇതുപോലെ ഇങ്ങനെ ഒരാൾ കൂടിയിട്ടില്ല വീട്ടിൽ. അങ്ങനെ എല്ലാവരും പോയി. ഇപ്പോൾ ലാസ്റ്റാണ് അവർ അച്ഛനും അമ്മയും പോയത്. ചായ കുടിക്കുകയാണ്. ചായ നമ്മൾ ചിക്കൻ ബിരിയാണിയും ആ ചായ പോയി. 1 ഗ്ലാസ് ചായ എടുത്ത് എനിക്കത് ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ ഒരു കവള് കുടിക്കും, അപ്പം പിള്ളേരാരെങ്കിലും വന്ന് വാങ്ങിച്ചു കുടിക്കും. അപ്പം നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, സാധാ ഊണും ഉണ്ടായിരുന്നു, 2 ഉണ്ടായിരുന്നു കേട്ടോ. ഇത് 10 മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ പാചകം എല്ലാം കഴിഞ്ഞു. പവിഴമല്ലിപ്പൂവിരിഞ്ഞു പകലു പോകയായി. അപ്പം 2ാമത്തെ മോനും മരുമോളും പൊതിയൊക്കെ കെട്ടി അവരുടെ വീട്ടിൽ പോവാണ്. അവളെ കൊണ്ടുവിടാൻ പോവുക. അപ്പം ചോറ്, ബിരിയാണി ചോറും കറിയും എല്ലാം കൊടുത്തു വിട്ടു. മൂത്താക്ക് കൊടുത്തു വിട്ടു, മൂത്താടെ വീട്ടിലോട്ട് കൊടുത്തു വിട്ടു, ഇവിടെ കൊടുത്തു വിട്ടു. പിന്നെ എൻ്റെ അമ്മായിയമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവിടെയും കൊടുത്തു വിട്ടു. അങ്ങനെ എല്ലാവരും മാറി നിൽക്കുമോ, അങ്ങനെ എല്ലാവരുടെയും പങ്കുകൾ കൊടുത്തു വിട്ടു. നമുക്കും ഇഷ്ടം പോലെ കഴിക്കാനുണ്ടായിരുന്നു. വെച്ചിരുന്ന് കളയണ്ടല്ലോ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കഴിയുമ്പം പിന്നെ മൂത്ത മരുമോളുടെ അടുത്ത് അവിടെ താഴെ 2-3 കുഞ്ഞുങ്ങളുള്ള വീടുണ്ട്, അവിടെയും കൊടുത്തു വിട്ടു. അപ്പം എൻ്റെ മൂത്ത മരുമോൾ വാങ്ങിച്ചത് നൈറ്റി കേട്ടോ. ഇന്നലെ ഇത് 2:30-ക്കാണ് ഞാനിരുന്ന് തയ്ച്ചത്. ചെറുതാക്കി വലിയ ഉടുപ്പായിരുന്നു. അപ്പോൾ രാത്രി 2:30-ക്കാണ് ഇരുന്ന് തയ്ച്ചത്. ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല ഞാൻ രാത്രിയിൽ. രാവിലെ പാചകം എല്ലാം കഴിഞ്ഞു, വെളുപ്പിനെ കണ്ട് പാചകങ്ങളെല്ലാം കഴിഞ്ഞു. ഏട്ടനൊക്കെ കുറച്ച് നേരം കിടന്നുറങ്ങി, അത്രയേ ഉള്ളൂ. വെളുപ്പായപ്പോഴും ഒരു 3 മണിക്ക് ശേഷം ഏട്ടനൊക്കെ ഇച്ചിരി നേരം കിടന്നുറങ്ങി. ഞാൻ അതും ഇല്ല, കയ്യിലെല്ലാം കഴിഞ്ഞു. പിന്നെ വേറെ പിന്നെ ചോറും കറിയും വെക്കാനുള്ളതെല്ലാം ശരിയാക്കിക്കൊണ്ടിരുന്നു. ഇനി ഉറങ്ങണം. ഭയങ്കര മഴ വരുന്നുണ്ട്, ഭയങ്കര മഴ. പിന്നെ വേറെ എന്തൊക്കെയാണ് കൂട്ടുകാരെ വിശേഷങ്ങളൊക്കെ പറയണം കേട്ടോ. അങ്ങനെ നമ്മുടെ ചക്കിമോളുടെ പിറന്നാൾ കഴിഞ്ഞു. നല്ല ഭംഗിയായിട്ടായിരുന്നു, നിറച്ചെടുപ്പ് കിട്ടി. അതുപോലെ ഏട്ടൻ്റെ കൺട്രാക്ക് വന്നപ്പോൾ, കൺട്രാക്കും മോനും വന്നപ്പോൾ കുഞ്ഞിൻ്റെ നല്ലൊരു സൈക്കിളാണ് വാങ്ങിച്ചത്. വീഡിയോ ഇടാം.